ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളപ്പിച്ച പയർ കൊണ്ടൊരു കിടില റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. മുളപ്പിച്ച പയറിൽ ഉയർന്ന പ്രോട്ടീനും വിറ്റാമിനുകളും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും കഴിയുന്ന ഒരു സമ്പൂർണ്ണ ഭക്ഷണമാണ്. ഞാൻ ഇതുകൊണ്ട് സ്വാദിഷ്ടമായ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. ഞാൻ 1 ഗ്ലാസ് നിറയെ പയറെടുത്തു. കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് 2 ദിവസം കൊണ്ട് മുളപ്പിച്ചെടുത്ത പയറാണ്. ഇനി ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കുറച്ച് കറിവേപ്പില, 6 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത് എന്നിവ ചേർക്കാം. 3 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഉള്ളിയുടെ കളർ മാറി ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എന്നിവ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെ ചൂടാക്കി എടുക്കാം. അതിനുശേഷം മുളപ്പിച്ച പയർ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ചേർത്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിം ആക്കി 15 മിനിറ്റ് നേരം വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുളപ്പിച്ച പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നല്ല പാകമായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാം. അതിനുശേഷം സെർവ് ചെയ്യാം. വേവിച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് തീർച്ചയായും നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. പുതിയൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.